ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്സ്. അപ്പം ഇത് ഞങ്ങൾ ഒരാഴ്ച ആക്ച്വലി ക്ലോസ് ടു 2 വീക്സ് നാട്ടിൽ സ്പെൻഡ് ചെയ്തു. ഒരു കല്യാണത്തിന് വേണ്ടി പോയതാണ്. അപ്പം ഇത് നാട്ടിലെ വിശേഷങ്ങളെല്ലാം കൂടി ക്ലബ് ചെയ്ത് ഞാൻ ഒരു വ്ളോഗാക്കി. കാരണം തമ്പൂനെയും കൂടെ കൊണ്ടുപോയതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ പോയി അമ്മൂമ്മയെ കണ്ടു. ഇത് തമ്പു അമ്മൂമ്മയും കൂടിയാണ്. പിന്നെ ആ തമ്പു അവിടെ പോയിട്ട് നമുക്ക് ഗപ്പീസ് ഉണ്ട്. ആ ടാങ്ക് മുഴുവൻ ബ്ലാക്ക് ഗപ്പീസാണ്. അതെങ്ങനെയോ എല്ലാം ബ്ലാക്ക് ആയത് എനിക്ക് അറിഞ്ഞൂടാ. ഇനി കുറച്ച് കളർഫുള്ളായിട്ടുള്ളത് വാങ്ങിച്ചിടണം. അതൊക്കെ വെച്ച് നമ്മൾ കളിച്ചു. ഭയങ്കര മഴയായിരുന്നു നാട്ടിൽ. സോ ഇറ്റ് വാസ് ഗ്രേറ്റ് ഫൺ. എന്താ പറയുക, ബാംഗ്ലൂരും അതേ നല്ല മഴ, ഇവിടെ അതേ നല്ല മഴ. അതുകൊണ്ട് നല്ല രസമായിരുന്നു. വി സ്പെൻഡ് ക്വാളിറ്റി ടൈം ദെയർ. പിന്നെ കല്യാണത്തിന് എനിക്ക് കുറച്ച് സാരി നോക്കണമായിരുന്നു. അത് നോക്കി. ഇതിനകത്ത് കുറച്ച് സാരികളുണ്ട്, പിന്നെ വേറെ ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ എടുത്ത് പുറത്തിട്ടെ. ഇത് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം. കൊള്ളാം. പിന്നെ ഈ കളർ ഇതെനിക്ക് ഇഷ്ടമായില്ല. കുഴപ്പമില്ല, എനിക്ക് ചേരുന്ന കളറൊക്കെ തന്നെ. പക്ഷേ എനിക്ക് ഇതാ ഇഷ്ടമായി. ഇത് ചിലപ്പോൾ എനിക്ക് ഒട്ടും ചേരാത്തതായിരിക്കും. ഇൻ ദ സെൻസിന് ചിലപ്പോൾ കുറച്ചധികം ഡാർക്കാക്കാൻ സാധ്യതയുണ്ട്. ഇത് രണ്ടും എന്തായാലും ഞാൻ ചൂസ് ചെയ്തായിരുന്നു. ഈ കളർ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. എന്താ വെച്ചാൽ ഈ യെല്ലോന് ഇങ്ങനത്തെ പ്രിൻ്റ് എനിക്ക് വേണ്ട. കൊള്ളാം, പക്ഷേ അല്ല, ഇറ്റ്സ് നൈസ്. വെച്ച് നോക്കണം, എന്നാലേ മനസ്സിലാവും. സോ ഇത്ര എണ്ണത്തിൽ നിന്ന് ഞാൻ ഇത് രണ്ടും മാറ്റി വയ്ക്കും. ഇത് രണ്ടും ഇട്ട് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം. അതുകൊണ്ട് ബാക്കി എടുത്താൽക്കാലം അതെടുത്തിട്ട് ഏകദേശം കളേഴ്സ് സിമിലറാണ് കേട്ടോ. ഇത് വേണ്ട. ഇത് കൊള്ളാല്ലേ. ഇതും കൊള്ളാം. ഇതൊരു ഓപ്ഷനായിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ 3 ഓപ്ഷൻസ്. അതായത് ഇത് ആൻഡ് ഇത്. ബാക്കിയെല്ലാം തിരിച്ചെത്തിക്കട്ടെ. അങ്ങനെ ഞാൻ ഒരുവിധം എന്തിടണം എന്നുള്ളൊരു ഇതിലെത്തി. ബട്ട് ഇപ്പോൾ കാണിച്ച ഒന്നുമല്ല ഞാൻ ഇട്ടതൊന്നും. അത് ആക്ച്വലി ബ്ലാക്ക് സാരി. അതിപ്പം ഞാൻ ഇടുമ്പം കാണിക്കാം, അത് വീഡിയോയിൽ കാണിക്കാം. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ധൃതിയിൽ എൻ്റെ ഐലൈനറോ എനിക്കിഷ്ടമുള്ള കളർ ലിപ്സ്റ്റിക്കോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കുറച്ച് ന്യൂഡ് ഷെയ്ഡായിരുന്നു. അത് വല്ലാതെ ഞാൻ ആ വീട്ടിലാകും ശരിയാവും. ലിപ്സ്റ്റിക്കും ഐലൈനറും ഒന്നും എൻ്റെ ഇതിന് ചേരുന്ന എടുത്തുകൊണ്ട് വന്നില്ല. കുറച്ച് ഡാർക്കായിപ്പോയി. അപ്പോൾ ഞാനിപ്പം സ്വിഗ്ഗി ചേട്ടനെ വിട്ട് വാങ്ങിച്ചു വരണം. എനിക്ക് ആക്ച്വലി ലിക്വിഡ് ലൈനേഴ്സാണ് എളുപ്പം ടു വർക്ക് വിത്ത്. ഇങ്ങനത്തെ ലൈനേഴ്സ് കുറച്ച് പാടാണ്. ബട്ട് തൽക്കാലം ഉള്ളതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചെയ്തിട്ട് വരാമല്ലോ. ഞാനെന്ത് ഇതെങ്ങനെ ഉണ്ടാവും എനിക്കൊന്ന് അറിഞ്ഞുകൂടാ. വല്ലാത്തൊരു റെഡാണ്. നോക്കാം. കുഴപ്പമില്ല. ബട്ട് ഞാൻ ഉദ്ദേശിച്ച കുറച്ചുകൂടി വൈൻ റെഡായി. ഇതിന് വൈൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇട്ടിരുന്നത്. ബട്ട് ഇറ്റ്സ് കോൾഡ് ഡിവൈൻ വൈൻ. ബട്ട് ഈ കുറച്ചുകൂടി ഒരു പ്ലം ടോണില്ലേ, അതെനിക്കിഷ്ടം. ഇറ്റ്സ് ഓക്കെ. നമുക്കിനി സാരീസ് വെച്ച് നോക്കാം. ഓക്കെ, ഇവിടെ കുറച്ച് വെളിച്ചമുണ്ട്. സോ ഇറ്റ്സ് എ ലിറ്റിൽ ബ്രൈറ്റ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ചോയ്സ്. ഇഷ്ടമായത് പിന്നെ മുഴുവൻ തുറക്കുന്നില്ല. എന്താ വെച്ചാൽ ലിസ്റ്റ് ഇപ്പം അവിടെ വെച്ചു. ലിസ്റ്റ് ഇപ്പം തരാം. ഇത് ഫസ്റ്റ് ചോയ്സ്. ഇത് സെക്കൻഡ് ചോയ്സ്. ഈ ചോയ്സ് എങ്ങനെയുണ്ട് തമ്പു?
നല്ലോണോടാ. ഇതെനിക്ക് ഇഷ്ടമായി, ഇഷ്ടമായി. കളർ ചിലപ്പോൾ എന്നെ കുറച്ചുകൂടി ഡള്ളാക്കാൻ സാധ്യതയുണ്ട്. ബട്ട് അതിൻ്റെ മെറ്റീരിയൽ ഭയങ്കര ലൈറ്റാണ്. മറ്റേത് എനിക്ക് വെക്കുമ്പോൾ തന്നെ ചൂടെടുക്കും. പിന്നെ ലിപ്സ്റ്റിക് എടുത്തിട്ട് ബാ. ഇത് നെക്സ്റ്റ് ഓപ്ഷൻ. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു സംഭവിക്കുന്നത് കൊള്ളാല്ലേ. ഇത് ഭയങ്കര ലൈറ്റാണ്. ലൈറ്റ് ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ എനിക്ക് ഇട്ടുമ്പോൾ സുഖമായിട്ട് ഓടിച്ചാടി നടക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോൾ തൽക്കാലത്തെ ഓപ്ഷൻസ്. ശരിക്കും ഒരു സന്തോഷം എനിക്ക് വന്നിട്ടില്ല. ബിക്കോസ് എന്തോ ഇത് എനിക്കൊരു സുഖം തോന്നിയിട്ടില്ല. മതി മതി, അടച്ചു നോക്കിനി. അങ്ങനെ കല്യാണം കൊല്ലത്തായിരുന്നു. സോ നമ്മളിങ്ങനെ കൊല്ലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. എറണാകുളത്തു നിന്ന് കൊല്ലത്തോട്ട് നമ്മൾ തലേ ദിവസം ഉച്ച കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഭയങ്കര മഴക്കാറായിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീടെത്തി. കല്യാണ വീട്ടിലാണ് പോയത് തലേ ദിവസം. തമ്പു മൈലാഞ്ചിയൊക്കെ ഇട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അവിടെ ഉള്ളവരെല്ലാവരെയും എൻ്റർടൈൻ ചെയ്യുന്ന തമ്പുവായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി അവർ ബുക്ക് ചെയ്ത് തന്ന ഹോട്ടലിലെത്തി. അവർ ബുക്ക് ചെയ്തിരുന്ന KTDCയുടെ അക്വാ ലാൻഡ് എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു കൊല്ലത്ത്. നല്ലതായിരുന്നു, വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഭയങ്കര സംഭവമൊന്നുമല്ല. ബ്യൂട്ടിഫുൾ സ്ഥലം, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. അതായത് ലേക്കിനെ ഫേസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ അകത്തുള്ള അമ്യൂണിറ്റീസൊക്കെ ലൈക്ക് എനി അതർ നോർമൽ എന്താ പറയുക ഹോട്ടൽ പോലെ തന്നെയായിരുന്നു. നമ്മൾ കൊല്ലത്തിൽ ഞങ്ങൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂ ഇല്ലായിരുന്നു, കുറച്ച് വള വാങ്ങിക്കണമായിരുന്നു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. മുല്ലപ്പൂ കടയിൽ പോയി. തമ്പുവിന് കുറച്ച് എക്സ്ട്രാ മുല്ലപ്പൂ അവർ കൊടുത്തു. അതൊക്കെ വെച്ച് തമ്പുവിന് ഫോട്ടോ എടുക്കുന്നതാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വീണ്ടും എത്തി ഹോട്ടൽ റൂമിൽ. ഐ എം ജസ്റ്റ് സേയിങ് ഐ കുഡ് സ്റ്റെയർ അറ്റ് ദിസ് വ്യൂ ഫോർ എവർ. അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ടാബിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു, അത് ഞാനത് മ്യൂട്ട് ചെയ്തത്. റൂം ടൂർ തരാം. ഇത് KTDCയുടെ അക്വാ ലാൻഡാണ്. ചെറിയൊരു ലൈക്ക് നോർമൽ, ഭയങ്കര സംഭവമൊന്നുമല്ല. ഓക്കെ. സോ ഇവിടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ വാഷ്റൂം ഉണ്ട്. നമ്മൾ കുറച്ച് മെസ്സിയാക്കി. ഇവിടെ ഒരു ബിഗ് മിറർ ഉണ്ട്. ഇതിൻ്റെ കോഫി. ഇവിടെ നമ്മുടെ ബെഡ്. ഞാനും തമ്പുവാണ് ഈ റൂമിൽ. ഞങ്ങൾ പിന്നെ ഒരു TV. അത്യാവശ്യം ഓക്കെ ആയിരുന്നു, ഇറ്റ്സ് നോട്ട് ബാഡ്. പിന്നെ ഇതാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടമായത്. ക്യാമറ ജസ്റ്റസ് ചെയ്യുന്നില്ല ആക്ച്വലി. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഭയങ്കര ഭംഗിയാണ്. ചെറുതായിട്ട് ഡ്രിസിൽ ചെയ്യണേ ഉള്ളൂ. ബട്ട് ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. തമ്പു ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരുന്നേനെ. പക്ഷെ തമ്പുവിനെ കൊണ്ട് നമുക്ക് അവിടെ പോകാനുള്ള ഒരു ധൈര്യമില്ല. അവിടെ ചിലപ്പോൾ എടുത്ത് ചാടിയാൽ പാടാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇത് ആസ്വദിക്കാൻ തീരുമാനിച്ചു. പിന്നെ പുറത്ത് മഴയായതുകൊണ്ട് അങ്ങനെ അധികം പുറത്തിറങ്ങി നിൽക്കാൻ പറ്റില്ല. ബട്ട് ഓവറോൾ ക്ലൈമറ്റ് അടിപൊളിയാണ്. ലൈക്ക് നാടാണെന്ന് തോന്നുന്നു തന്നെയില്ല. ഹ്യൂമിഡിറ്റി വരെ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി. ഇവിടെ തണുപ്പുണ്ട് ആക്ച്വലി, ചൂടേ ഇല്ല. ലൈക്ക് ഞാൻ വേർത്തേ ഇല്ലായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ബട്ട് ഇറ്റ്സ് നൈസ്. എന്നിട്ട് ഞാൻ ഇതാണ് വെയർ ചെയ്തത്. ഇതൊരു കോട്ടൺ സാരിയാണ്, നല്ല ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു. ബ്ലൗസ് പിന്നെ എനിക്കങ്ങനെ ഭയങ്കര ഇതിനായിട്ട് ഇങ്ങനെ ഒരു ആക്ച്വലി പിന്നെ എനിക്ക് തോന്നി ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഇട്ടാൽ മതിയായിരുന്നു എന്ന്. പിന്നെ ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിച്ച മുല്ലപ്പൂവൊക്കെ ഇട്ടു. ഞങ്ങൾ റൂമിലിരുന്ന് ഫോട്ടോ സെഷനൊക്കെ ചെയ്തു. താഴെ തമ്പുവിന് ആക്ച്വലി നമ്മൾ വേറെ ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അവളത് ഇടാൻ സമ്മതിച്ചില്ല. ഇത് നമ്മൾ വെന്യൂലോട്ട് പോകുന്ന വഴിയാണ്. നമുക്ക് അവിടെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു. മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതിങ്ങനെ ഒരു ലേക്കിൽ വ്യൂ ചെയ്തിട്ടാണ് അവർ ആ വെന്യൂ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ആ ഒരു ഏരിയ നല്ല
ഭയങ്കര ഭംഗി. പിന്നെ ഞങ്ങൾ എൻ്റെ അമ്മൂമ്മയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ മോളിലുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയി മെക്ഡോണൽഡ്സിൽ പോയി ഐസ്ക്രീമൊക്കെ കഴിച്ച് കാറെല്ലാം തമ്പു ഓടിച്ച് തിരിച്ചെത്തിയപ്പോഴത്തേക്കും തമ്പു ആണെങ്കിൽ ഉറക്കത്തിലായി. ഉറങ്ങി വീഴും ഓട്ടോയിൽ. ഓട്ടോ റൈഡ്സാണ് എനിക്ക് തമ്പുവിന് ഏറ്റവും ഇഷ്ടം. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിലൊക്കെ പോയി ഉറങ്ങി വീണ് തിരിച്ച് വീടെത്തി. ഉറങ്ങാനൊന്നും സമ്മതിക്കത്തില്ല കേട്ടോ, ഉറക്കം വരുന്നുണ്ടെന്ന് പുള്ളിക്കാരി. പക്ഷേ ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ തിരിച്ച് വരുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു. രാത്രി നമ്മൾ ബസ്സിലാണ്. അങ്ങനെ ഞങ്ങൾ ബൈ ബൈ ഒക്കെ പറഞ്ഞ് മഴയത്ത്, ഭയങ്കര മഴയാണ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ട്രിപ്പ്. എനിവേസ്, നൈസ്. See you next vlog.